കേരളത്തിലെ CPM ആണ് ഇപ്പോൾ നാട് ഭരിക്കുന്നത്. ഇപ്പോൾ ഒരു രണ്ടാം തവണയും അവർ വിജയിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ശരിക്ക് ഇപ്പോൾ മുമ്പ് വാജ്പേയി ഭരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു മിതവാദം ആയിരുന്നു അയാൾക്കുണ്ടായിരുന്നത് എന്നുള്ളതാണ്. പക്ഷെ എങ്കിലും അയാൾ കുറേ ഇതേപോലെ തന്നെ ഉദ്യോഗ തലങ്ങളൊക്കെ കുറേ പക്ഷെ അത് പുറത്തേക്ക് വരുന്നത് പിന്നീട് നരേന്ദ്രമോദി ഇതാണല്ലോ. എന്നതുപോലെ ഇവർക്ക് കുറച്ചുകൂടി സമയം കിട്ടുന്നതിനനുസരിച്ചാണ് ഇവരുടെ ശരിയായ തനി നിറം വരുന്നത്. അപ്പം അതിൽ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് സച്ചാർ സമിതി റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ ഇന്ത്യയിൽ സംഘപരിവാരങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവിടെയുള്ള മുസ്ലിങ്ങൾ ഞങ്ങൾ ദേശീയവാദികളും അതേപോലെ തന്നെ തീവ്രവാദികളല്ല എന്നും ഭീകരവാദികളല്ല എന്നും തെളിയിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു ഗതികേടുണ്ട്. എന്നതുപോലെ പശ്ചിമ ബംഗാളിൽ അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ സെക്യുലറാണ് എന്ന് ആവർത്തിച്ച് തെളിയിച്ചു കൊണ്ടിരിക്കേണ്ട വല്ലാത്തൊരവസ്ഥ ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതേ ഒരു തലത്തിലേക്കാണ് ശരിക്കും നമ്മൾ കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ കൊണ്ടുപോകുന്നത് എന്നതാണ് എനിക്ക് സമീപകാലങ്ങളിലെ സംഘങ്ങളൊക്കെ മനസ്സിലാവുന്നത്.